Hello guys, Turbo, directed by Vaishak, written by Mithun Manuel Thomas, music by Christo Xavier and produced by Mammootty Company. റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. ഈ 73-ാമത്തെ വയസ്സിലും ഈ മമ്മൂക്ക കാണിക്കുന്ന ഈ ഒരു അഭ്യാസങ്ങൾ സീരിയസ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോകും. കാരണം ഫൈറ്റൊക്കെ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് പുള്ളി ചെയ്തിട്ടുണ്ട്, വേണമെന്ന് വെച്ച് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്പൊക്കെ ഇട്ട് ചെയ്യാവുന്ന ഫൈറ്റ് പുള്ളി റിയലായിട്ട് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും പുള്ളിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിന് എത്ര സല്യൂട്ട് കൊടുത്താലും മതിയാവില്ല. അപ്പോൾ അതിനാദ്യം ഒരു ഹാറ്റ്സ് ഓഫ്. ഇപ്പോൾ മൂവിയിലോട്ട് വരുമ്പോൾ ഈ മൂവി ഒരു പക്കാ മാസ് കൊമേർഷ്യൽ മൂവി ആണ്. ആ ഒരു ജാനറിൽ വരുന്ന ഒരു മൂവിയാണ്, ഒരു എൻ്റർടൈനർ മൂഡാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. നമ്മൾ ഒരുപാട് കണ്ട് നോർമൽ തമിഴ് മൂവീസിലൊക്കെ വരുന്നൊരു സ്ക്രിപ്റ്റാണ്. വരുന്ന സ്ക്രിപ്റ്റ് മീൻസ് ഈ ഒരു ഫ്ലേവറിലുള്ള സ്ക്രിപ്റ്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് മൂവീസും കണ്ടിട്ടുണ്ട്, തമിഴിലായാലും മലയാളത്തിലായാലും. അപ്പോൾ ഈ ഒരു ഔട്ട്ഡേറ്റഡ് ആയ ഒരു സ്ക്രിപ്റ്റിനെ ഡയറക്ടർ തൻ്റെ മേക്കിംഗ് കൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇതിൽ വർക്ക് ചെയ്തവരായാലും ഇതിൽ എഫേർട്ട് ഇട്ടവരായാലും എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. കുറച്ച് സ്ലോ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫാണ് ഈ മൂവിയിലുള്ളത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ടും ക്ലൈമാക്സിലെത്തുമ്പോൾ ഒരു നല്ലൊരു ടോപ്പ് എൻഗേജ്ഡ് ആയിട്ട് മൂവി നിർത്തുന്നുണ്ട്. കാരണം ഈ ഒരു ട്രെയിലറും പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, പേരും കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു മാസ് മൂവി പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ട്. ടർബോ ജോസായിട്ട് മമ്മൂട്ടി കിടിലം പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പുള്ളിക്ക് പ്രത്യേകിച്ച് എഫേർട്ട് ഇട്ട് ചെയ്യാനായിട്ട് ഇതിലൊന്നും ഇല്ല. സത്യം പറഞ്ഞ പ്രീവിയസ് വർക്ക്സ് നോക്കുമ്പോൾ ഇതെല്ലാം പുള്ളി ആൾറെഡി ചെയ്ത് തഴമ്പിച്ച റോളുകളാണ്. പിന്നെ ഇതിൽ ആക്ടേഴ്സ് എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. ശബരീഷ് നല്ല റോളാണ്. പിന്നെ അഞ്ജനയുടെ റോള് നല്ല റോളായിരുന്നു, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് വരുന്നതാണ്. അവരുടെയും ഒരുപാട് കോമഡി സീൻസ് ഉണ്ട്, കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. മമ്മൂക്കയ്ക്കും ഒരുപാട് കോമഡി സീൻസ് ഉണ്ട്. BGM വർക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ സോങ് ആയിട്ട് അങ്ങനെ ഇല്ല, ഒരു സോങ്ങേ ഉള്ളൂ, ഇടയ്ക്ക് സിറ്റുവേഷനിൽ വന്നു പോകുന്നതാണ്. പക്ഷേ BGM ഒരു രക്ഷയില്ല. ക്രിസ്റ്റോ സേവിയർ തകർത്തിട്ടുണ്ട്. ഭയങ്കര നമുക്ക് തിയേറ്ററിൽ നല്ലൊരു ബൂസ്റ്റിംഗ് തരുന്ന മ്യൂസിക്കായിരുന്നു, ഒരു രക്ഷയില്ല. വൈശാഖ് ഡയറക്ഷൻ വൈസ് നോക്കിയാലും കിടിലം ഡയറക്ഷനായിരുന്നു. പുള്ളിയുടെ ഷോട്ട് സെലക്ഷനും ഏതൊക്കെ ഷോട്ട് വേണം, ഈ സീനിൽ ഏത് ഷോട്ട് വെക്കണം, ഏത് ആംഗിൾ സെലക്ഷൻ എല്ലാം ഡയറക്ടർ പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു നോർമൽ ഒരു ടിപ്പിക്കൽ കണ്ട് മടുത്തൊരു സ്ക്രിപ്റ്റിനെ ഡയറക്ടർ തൻ്റെ എഫേർട്ട് 100% ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് മൂവിയിൽ ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും. സ്ക്രിപ്റ്റ് നോർമലായിട്ടാണ് പോകുന്നതെങ്കിലും മേക്കിംഗ് കൊണ്ട് അതിനെ മാക്സിമം ഒരു ഹൈ എത്തിക്കാനായിട്ട് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു മൂവി തിയേറ്ററിൽ നിന്ന് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഏക ഒരു കാരണം ഈ ഒരു മേക്കിംഗ് ആണ്. പിന്നെ രാജ്ബി ഷെട്ടി വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷനത്തുള്ള ഒരു റോള് പുള്ളിക്ക് ഇതിലില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് തോന്നിയില്ല. ഒരു വില്ലൻ വന്ന് കാണിക്കുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, ഡയലോഗ് അടിക്കുന്നു, അങ്ങ് പോകുന്നു. ആ ഒരു ഫീലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. രാജ്ബി ഷെട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര രണ്ടുപേരും തകർത്തുള്ള പെർഫോമൻസൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഏതെങ്കിലും സീനിലൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നും എടുത്തു പറയത്തക്ക ഇമ്പാക്റ്റൊന്നും തന്നിട്ടില്ല ഈ വില്ലൻ ക്യാരക്ടറിൽ നിന്ന്. BGM വർക്ക് പോലെ എടുത്തു പറയേണ്ട മറ്റൊരു വർക്ക് സ്റ്റണ്ട് വർക്കാണ്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആണ്. ആക്ഷൻ സീക്വൻസ് വേറെ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. ഫിനിക്സ് പ്രഭുവാണ് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ. കിടിലം. ഇതിൻ്റെ എഡിറ്റർ ഷമീർ മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ വർക്കും പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് കിടിലം കട്ട്സും ആക്ഷൻസിൻ്റെ സീൻസിൻ്റെ ഇടയിൽ വരുന്ന കട്ട്സും ഷോട്ട്സും എല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. തിയേറ്ററിൽ നല്ല രീതിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ആക്ഷൻസ് ആയിരുന്നു. നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം ഈ ഒരു മൂവിക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിലും ഇതിനെ ബാക്ക് ഡ്രോ ചെയ്യുന്ന ഒരു കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഈ മൂവി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആൻ ഔട്ട്ഡേറ്റഡ് സ്ക്രിപ്റ്റ് വിത്ത് ആൻ ഔട്ട്സ്റ്റാൻഡിങ് മമ്മൂക്ക ആൻഡ് വൈശാഖ്. ഓക്കെ, താങ്ക് യു.